അതിനെ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം ഞാൻ പറയാം. അതായത് നമ്മളൊക്കെ പൊതുവെ സാധാരണക്കാരെന്നൊക്കെ പറയുന്നത് നല്ല പണക്കാരൊന്നല്ലല്ലോ. അതെ. കാരണം അവർക്ക് ഒരു പല കാര്യത്തിലും ലോണ് ആവശ്യമുണ്ട്. നമ്മൾ പത്രത്തിൽ പരസ്യം ലോൺ ഇപ്പൊ കോടീശ്വരന്മാരടക്കം ലോൺ ആവശ്യം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. കോടീശ്വരന്മാർക്ക് ലോണിന്റെ കാര്യം നമ്മൾ പറയണ്ട. കോടീശ്വരന്മാർക്ക് ലോൺ കിട്ടും. നമ്മൾ സാധാരണക്കാരന്റെ കാര്യം പറയാം. കാരണം നമ്മളൊക്കെ സാധാരണക്കാരാണ്. അപ്പൊ നമ്മൾ സാധാരണക്കാരെന്ന് പറയുമ്പോൾ നമ്മളിപ്പം ഏറ്റവും, അതായത് നമ്മളിപ്പോ ദൂർത്തടിക്കാനോ ഒന്നിനുമല്ല ലോൺ, ഒരു ബിസിനസ് തുടങ്ങാനും അല്ല. അപ്പൊ നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ ലോണാണ് ഇന്ന് എല്ലാ രക്ഷിതാക്കൾക്കും വേണ്ട ഒരു സംഗതി. വേണ്ടേ? കാരണം ഇന്ന് വിദ്യാഭ്യാസം ചെറിയൊരു എക്സ്പെൻസ് അല്ല. കാരണം ഹയർ എഡ്യൂക്കേഷൻ ഒക്കെ ഭയങ്കര എക്സ്പെൻസ് ആണ്. ലക്ഷങ്ങൾ അപ്പൊ ലക്ഷങ്ങൾ എന്തായാലും ലക്ഷങ്ങൾ പറയുമ്പോൾ 10, 20, 30 ലക്ഷങ്ങളായിട്ടാണ് മിനിമം വരുന്നത്. അതൊരു മെഡിസിൻ പഠിക്കാനൊന്നല്ല. അപ്പം എഡ്യൂക്കേഷണൽ ലോൺ എന്ന് പറയുന്നത് ഭൂരിഭാഗം രക്ഷിതാക്കൾക്കും ഇന്ന് വേണ്ട അതിന് അടിസ്ഥാനം വേണമെങ്കിൽ പറയാം. അതായത് അത്രയും ആവശ്യമല്ല, അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. അങ്ങനെ എനിക്ക് 3 ബാങ്കിലെ അക്കൗണ്ട് ഉണ്ട്. എനിക്ക് 3 ബാങ്കിലെ അക്കൗണ്ട് ഉണ്ട്. 3 ബാങ്കിലും നല്ല രീതിയിൽ അക്കൗണ്ട് കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ സിബിൽ സ്കോർ നല്ല സിബിൽ സ്കോറാണ്, ഒന്നും കുഴപ്പമൊന്നുമില്ല. ഞാൻ വെറുതെ ഒരു 2 വർഷം മുമ്പ് ഒരു പോസ്റ്റ് ഗ്രാജുവേഷന് വേണ്ടിയിട്ട് ഞാനൊരു ലോണിന് വേണ്ടി എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിലുള്ള 3 ബാങ്കുകളെയും ഞാൻ സമീപിച്ചു. ഈ 3 ബാങ്കുകളെയും സമീപിച്ചപ്പോൾ ഞാൻ എമൗണ്ട് ഒന്നും ഇപ്പൊ ഞാനിതിൽ പ്രത്യക്ഷത്തിൽ പറയുന്നില്ല. കാരണം എന്തായാലും ഒരു വലിയൊരു എമൗണ്ട് ആണ്. അപ്പം ഈ 3 ബാങ്കുകളുടെ പേരും ഞാൻ എടുത്ത് പറയാത്തത് കാരണം അത് ഓരോ സംബന്ധിച്ചിടത്തോളം ഒരു ഡീമെറിറ്റ്. അനുഭവം പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവം, ഞാനീ പറയാൻ പോകുന്ന അനുഭവം പലർക്കും ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. കാരണം എന്താ? കാരണം അതിന്റെ ഒരു റിയാലിറ്റിയാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. അപ്പൊ ഞാൻ പോയി ചോദിച്ച സമയത്ത് ഇവര് ഈ ബാങ്ക് ലോൺ തരണം എന്നുണ്ടെങ്കിൽ ഒരുപാട് റിക്വയർമെന്റ്സ്, അതായത് പെട്ടെന്ന് നമുക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റാത്ത റിക്വയർമെന്റ്സ്. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ ഈ എല്ലാ പരസ്യവും കൊടുക്കണ്ടല്ലോ, എഡ്യൂക്കേഷണൽ ലോൺ അങ്ങനെ, എഡ്യൂക്കേഷണൽ ലോൺ ഇങ്ങനെ, ഓൺലൈൻ അപ്ലൈ ചെയ്യാന്നൊക്കെ. അപ്പം ഓര് പറയണത് എങ്ങനെയാന്ന് വെച്ചാൽ ഒരുപാട് റിക്വയർമെന്റ്സ് 90% കുട്ടികൾക്കും ഇല്ലാത്ത റിക്വയർമെന്റ്സ് ആണ് ഇവർ പറയുന്നത്. അപ്പൊ ഒരു കുട്ടിക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ആ കുട്ടി ഗവൺമെന്റ് കോളേജിൽ കിട്ടണമെന്നില്ലല്ലോ. കാരണം ചെറിയ കോഴ്സ് അത് ഗവൺമെന്റ് കോളേജിൽ ഉണ്ടാവില്ല. അപ്പൊ അത് പ്രൈവറ്റ് ആയിട്ട് പോണെങ്കിൽ നമ്മൾ അതിന് സ്പെൻഡ് ചെയ്യണം. അപ്പം ഈ കോഴ്സ് പഠിക്കുന്ന, അതായത് കുട്ടിയുടെ അഭിരുചിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു കോഴ്സ് പഠിക്കാൻ പോകുമ്പോൾ ആ കുട്ടിയുടെ കോഴ്സ് പഠിക്കാനല്ലേ ലോൺ വേണ്ടത്, അല്ലാതെ നമ്മൾ കാർ വാങ്ങാനല്ലല്ലോ ലോൺ ചോദിക്കുന്നത്. അല്ല, അങ്ങനെ ചുരുക്കി പറയാ, ഈ 3 ബാങ്കുകളുടെയും സമീപനം ഒരു വിധത്തിലും ഒരു ലോൺ കിട്ടൂല എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അപ്പൊ ഞാൻ അതിന്റെ മാനേജറിനോട് ഞാൻ ചോദിച്ചു, പിന്നെ ആർക്കാണ് ഈ ലോൺ കൊടുക്കുക? അപ്പൊ ഇവര് എഡ്യൂക്കേഷൻ ലോൺ സിമ്പിൾ ആണെന്നൊക്കെ പറയുമല്ലോ, പക്ഷെ എല്ലാ വാതിലുകളും ആ സമയത്ത് അടഞ്ഞു. അതിന് മുന്നിൽ അവർക്ക് പറയാനുള്ള ഒരു ഓപ്ഷൻ എന്താണെന്നറിയോ? നിങ്ങൾക്ക് ഗോൾഡ് ഉണ്ടോ? നിങ്ങൾ ഗോൾഡ് കൊണ്ടുവന്നാൽ നമുക്ക് ഗോൾഡ് ലോൺ കിട്ടും. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഗോൾഡ് ഉണ്ടെങ്കിൽ ഗോൾഡ് ലോണിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ടോ? കാരണം പണം പെട്ടിയിലെടുത്ത് വെക്കുന്നതിന് ലോണിന്റെ ആവശ്യമില്ല. അപ്പൊ ഗോൾഡ് ഉണ്ടെങ്കിൽ ലോണിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. അപ്പം സാധാരണക്കാരന് ഒരു പ്രൊഫഷൻ ഉണ്ടല്ലോ, എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറഞ്ഞാൽ അതാണല്ലോ അവർ തരുന്നത്. അതായത് സ്വത്തുണ്ടോ മുതലുണ്ടോ ഗോൾഡുണ്ടോ കുട്ടിക്ക് ഏത് കോളേജിലാണ്, ആ കോളേജിലാണ് ഇവർ പൈസ കൊടുക്കുക. അപ്പൊ അതിൽ നിന്നും അവർക്ക് വ്യക്തമാവേണ്ട കാര്യം എന്താ? കാരണം പേഴ്സണലായിട്ട് കൈ കൊടുക്കുന്നില്ല. ആ കുട്ടിയുടെ കോളേജിലേക്ക് കോളേജിന്റെ ഫീസും ഈ കുട്ടി എവിടെ താമസിക്കുന്നത് വെച്ചാല് കോളേജിന്റെ ഹോസ്റ്റൽ ഫീസും, ഇത് രണ്ടും കൂടെ ഒരുമിച്ചിട്ട് ആ കോളേജിന്റെ എല്ലാ പേപ്പറും സബ്മിറ്റ് ചെയ്താൽ ഓർക്കാണ് കൊടുക്കേണ്ടത്. പക്ഷെ അതുപോലും ഞാൻ ഈ പറഞ്ഞ പോലെ ഓരോ ടേംസ് ആൻഡ് കണ്ടീഷൻസിൽ കിട്ടില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞാല് സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഒരു ലോൺ പോയി കഴിഞ്ഞാൽ 99.99% ലോൺ കിട്ടില്ല എന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചതാണ്. അപ്പൊ ഈ അനുഭവം ഞാൻ മനസ്സിലാക്കുന്നത് ഒരുപാട് ആളുകൾക്ക് ഈ അനുഭവം ഉണ്ടാവും, പക്ഷെ ആരോടും പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ പിന്നെ ഈ ലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരസ്യം എന്തിനാണ്? അപ്പം അവിടെ ഇതിന് അടിസ്ഥാനപരമായിട്ടൊരു കാര്യം ഞാൻ പറയണെന്താ അറിയോ? അതായത് സാധാരണക്കാരനും പാവപ്പെട്ടവനും വളരാൻ കഴിയൂല, ഓന് വളരൂല. കാരണം എന്താ? ഓനതിനുള്ള സാഹചര്യം ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് പണം കയ്യിലുള്ളവന് ഓന് വീണ്ടും വളരാനുള്ള ഓപ്ഷനാണ് ഇന്നത്തെ സാഹചര്യത്തിലുള്ളത്. അതിലെന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടോ? 100% ശരി.
ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിലും നമ്മുടെ ചോദിക്കുന്നത് നിങ്ങളെ ബിസിനസ് ഉണ്ടോ, ഇപ്പോൾ എവിടെയാണ് ബിസിനസ് നടക്കുന്നത്, ബിസിനസ് എവിടെ റൺ ചെയ്യുന്നത്, അതിന്റെ ക്യാപിറ്റൽ എത്രയായി. ഒരു ബിസിനസ് ഇല്ലാത്തവന് ഒരു ചെറുകിട സംരംഭം തുടങ്ങണം എന്ന് വിചാരിച്ച് ലോണിന് പോയി കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. കാരണം അതിന്റെ കംപ്ലീറ്റ് ഒരു പ്രോജക്റ്റ് റിപ്പോർട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം അവിടെ ഒരു സാധനം വേണം. ഇപ്പൊ റൂം എടുക്കണം എന്നുണ്ടെങ്കിൽ അഡ്വാൻസ് കൊടുക്കണം. ഈ അഡ്വാൻസ് കൊടുക്കണമെങ്കിൽ പൈസ വേണം. അത് ഏത് മാതിരിയാണ് വരുന്നതെന്ന് അറിയാം. കുട്ടിക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു. ഈ എക്സ്പീരിയൻസ് വേണമെങ്കിൽ കുട്ടിക്ക് എവിടെയും ജോലി കൊടുക്കണം, അല്ലെങ്കിൽ കുട്ടികൾ ട്രെയിൻ ആയിട്ട് കയറണ്ടേ. ഇത് ട്രെയിൻ ആയിട്ട് കയറുമില്ല, ജോലി കൊടുക്കില്ല, പിന്നെ കുട്ടിക്ക് എങ്ങനെ എക്സ്പീരിയൻസ് കിട്ടും. അപ്പം ഞാൻ മെയിനായിട്ട് പറഞ്ഞത് എഡ്യൂക്കേഷൻ ലോൺ എന്ന് പറഞ്ഞ് കിട്ടാതെ കുറെ ആൾക്കാർ അനുഭവം ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യാം. ഇവിടെ കമന്റ് ചെയ്യട്ടെ, കാരണം അത് നമ്മൾ മനസ്സിലാവുമല്ലോ. മെറിറ്റ് ആയാലും ഡിമെറിറ്റ് ആയാലും അത് പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടാവുമല്ലോ. അപ്പൊ എന്റെ അനുഭവം ഞാൻ എന്ത് പറഞ്ഞത്, ഈ 3 ബാങ്കുകൾ സമീപിച്ചു, അതായത് 3 നാഷണലൈസ്ഡ് ബാങ്കും 2 ഗവൺമെന്റ് സെക്ടറിലുള്ള ബാങ്കുകളാണ്. എന്നിട്ട് ഈ ഒരു അനുഭവം പക്ഷെ ഞാൻ പണം വേറെ രൂപത്തിൽ കണ്ടെത്തി. അത് കണ്ടെത്താൻ എനിക്ക് കഴിയുന്നത് കൊണ്ടാണ്. മറിച്ച് വേറൊരാൾക്ക് അത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല എങ്കിൽ ആ കുട്ടിയുടെ എയിം, ആ കുട്ടിയുടെ ഭാവി, ആ കുട്ടി ഉദ്ദേശിക്കുന്ന കോഴ്സ് കുട്ടി പഠിക്കാൻ കഴിയാതെ കുട്ടി കിട്ടുന്ന ജോലിക്ക് പോകാൻ ചെയ്യും. അതാണ് ഇതിനൊക്കെ ഒരു മാറ്റം തീർച്ചയായിട്ടും വരണം എന്നാണ് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞത്. ഈ ഒരു മാറ്റം വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു.